ഒരു പുതിയ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ക്യാമറയും ഡ്രസ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു സോളോ ട്രിപ്പാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു വാരാണസി പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് യാത്ര. പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഒരു 4 days ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 days വാരാണസിക്ക് ഇറങ്ങണം, 2 days പോകാനും വരാനും വേണ്ടി. അപ്പോൾ ഡേ വൈസ് ഇവിടെ ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എമർജൻസി ഫുഡ്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ബാഗിൽ നിറച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് നമ്മൾ വാരാണസിയിൽ പോകുന്നു. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 18 മണിക്കൂറുണ്ട് വാരാണസിക്ക്. അപ്പോൾ നാളെ രാത്രി ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു മെയിൻ ലൊക്കേഷൻ ആയിരുന്നു വാരാണസി അല്ലെങ്കിൽ ബനാറസ് അല്ലെങ്കിൽ കാശി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് അങ്ങോട്ടേക്ക് പോകാനുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. അത് സൺഡേസിൽ പട്ന എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനാണ്. അപ്പോൾ അതിന് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ആഗ്ര വന്നിട്ട് അവിടെ നിന്ന് ബനാറസിലേക്ക് ട്രെയിൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. ഒരു കൃത്യനിഷ്ഠയില്ലാത്ത ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനിൽ ഒരു വൃത്തിയില്ലാത്ത ഇന്ത്യൻ റെയിൽവേയുടെ ചായയും ഫുഡും കഴിച്ചിട്ട് ഞാനിതാ 2ാമത്തെ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസത്തെ ട്രാവലിന് ശേഷം ഞാനിതാ ഗംഗാ നദി ക്രോസ് ചെയ്ത് കാശിയിലെത്താൻ പോവുകയാണ്. നമ്മുടെ ഈ കാണുന്നതാണ് ഗംഗാ നദി. ഇതിൻ്റെ തീരത്താണ് വാരാണസി അല്ലെങ്കിൽ കാശി എന്ന് പറയുന്ന ആ ഒരു സ്ഥലവും ആ കാശി വിശ്വനാഥ് ടെമ്പിളും ഒക്കെ ഇതാ ഇവിടെ നിന്ന് ഈ കാണുന്ന കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും. ഫൈനലി ഞാനിതാ വാരാണസി എത്താൻ പോവുകയാണ്. ഈ കാണുന്നത് വാരാണസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇതുകൂടാതെ ദീൻ ദയാൽ ഉപാധ്യായ സ്റ്റേഷനും ഉണ്ട്, പിന്നെ ഒരു ബനാറസ് സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ ഈ 3 സ്റ്റേഷനുകളും കാണാൻ പറ്റും. പക്ഷേ അതിൽ വാരാണസി ജംഗ്ഷനിൽ ഇറങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ബാക്കി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുക. അതുകൊണ്ട് ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ വാരാണസി ജംഗ്ഷനിൽ ഞാനിത് 8:55 ഇവിടെ ഇറങ്ങുമ്പോൾ ഇനി നേരെ ഇവിടെ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞാനൊരു ഡോർമെറ്ററിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാം. നല്ല അടിപൊളി ഭംഗിയുള്ള വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ അടിപൊളി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് വെച്ചാൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം പുറകെ വരാൻ കൂലിയും ടാക്സിക്കാരൊന്നും പുറകെ വന്ന് വെറുതെ ശല്യപ്പെടുത്തുകയോ നിർബന്ധിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ ഇവിടെ നിന്ന് സമാധാനത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോക്കാരൻ ചേട്ടനെ പിടിച്ച് ഞാൻ നേരെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓട്ടോക്കാരും വലിയ റേറ്റൊന്നും വെറുതെ പറഞ്ഞ് പറ്റിച്ച് ഈടാക്കുന്നില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ 150 രൂപയാണ് എന്നോട് അവിടത്തേക്ക് പറഞ്ഞത്. രാത്രിയാണ്. പിന്നെ ഇവിടെ ദേവ് ദിവാലി എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഫെസ്റ്റിവൽ മറ്റന്നാൾ നടക്കാൻ പോകുന്നുണ്ട്. അത് കാണാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എൻജോയ് ചെയ്യണം ഇവിടെ. അതുകൊണ്ട് തന്നെ റൂമിനൊക്കെ ഈ സമയത്ത് നല്ല റേറ്റ് ആയിരുന്നു. ഓൺലൈൻ ഞാൻ ബുക്ക് ചെയ്ത് ഡോർമെറ്ററി, അതായത് ഹോസ്റ്റൽ മാതിരിയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ ഒരു ബെഡിന് എനിക്ക് 1000 രൂപയാണ് ഇപ്പോൾ പേ ചെയ്യാൻ വന്നത്. സാധാരണ ഒരു 300 രൂപക്കൊക്കെ കിട്ടുന്നതാണ്. മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാശി വിശ്വനാഥ ടെമ്പിളിലേക്കും പിന്നെ മെയിൻ ലൊക്കേഷനുകളായ പല ഘാട്ടുകളിലേക്കും ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ. ഇവിടെ ഫാമിലി റൂംസും ഉണ്ട്, ഡോർമെറ്ററിയും ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടുന്ന് കാണാൻ. കളർഫുള്ളായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ബെഡ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഗോ IB പോലെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഫാമിലി റൂംസ് വേറെ ഉണ്ട്. അതുകൂടാതെ സിംഗിളായിട്ട് വരികയാണെങ്കിൽ ഗേൾസിന് സെപ്പറേറ്റ് ഡോർമെറ്ററി ഉണ്ട്, ബോയ്സിന് സെപ്പറേറ്റ് ഡോർമെറ്ററി ഉണ്ട്. അപ്പോൾ ഇവിടെ അടിപൊളി സെറ്റപ്പാണ്. ഇതാ 1 to 10, അപ്പോൾ 10 persons ആണ് ഒരു റൂമിലുള്ളത്. അടിപൊളി ബെഡ് സെറ്റപ്പ് ഒക്കെ നല്ല ലക്ഷൂറിയസ് ലുക്കാണ്. ഇവിടെ ഒരു കബോർഡും ഒരു ബെഡും നമുക്ക് കിട്ടും. ഇതാണ് കബോർഡ്. ഈ ഒരു സൈഡിൽ ഒരു കബോർഡിൻ്റെ ഒരു പോർഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ബെഡ്. ഓക്കെ, ഇവിടെ ബാത്റൂം ഈ സൈഡിലാണ്. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ പോയി നോക്കാം അവിടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു കബോർഡാണ് എൻ്റെത്. എൻ്റെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. അത്രയും സൗകര്യമുണ്ട് ഈ ഒരു കബോർഡിന് കാണുന്നത്. അപ്പോൾ ഇപ്പുറത്തുള്ളത് വേറൊരാളത്. എൻ്റെത് 105 ആണ്. എൻ്റെ ബെഡ് ഈ താഴെയുള്ളതാണ്. ബെഡും കബോർഡും ഒക്കെ അടിപൊളി. ഇനി നമുക്ക് വാഷ്റൂമിലേക്ക് നോക്കാം. വാഷ്റൂം അടിപൊളിയാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വാഷ്റൂം. ഇവിടെ ഇതാ നല്ല 2 വാഷ് ബേസിൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 2 വാഷ് ബേസിൻ കൂടാതെ നമുക്ക് 2 ടോയ്ലറ്റും 2 ബാത്റൂമും ഉണ്ട്. അപ്പോൾ കോമൺ വാഷ്റൂമാണ് ഇവിടെ ഉള്ളത്. ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ബാക്കി ടോയ്ലറ്ററീസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ടോയ്ലറ്റാണ്. ഇതുപോലെ ഒരു ടോയ്ലറ്റ് കൂടി ഇതാ ഇവിടെ ഈ സൈഡിലായിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പുറത്ത് ഇതാ ഇവിടെ ഒരു
മിററും ഒരു വാഷ് ബേസിനും കൂടെ, അതിൻ്റെ കൂടാതെ ഈ സൈഡിൽ ഒരു ബാത്റൂം കൂടി. അപ്പോൾ ടോട്ടൽ 2 ബാത്റൂം, 2 ടോയ്ലറ്റ്, 2 വാഷ് ബേസിൻ, അങ്ങനെ ഒരു 10 പേർക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും, ബാക്കി ടോയ്ലറ്ററീസും കാര്യങ്ങളൊക്കെ ഒരു റൂമിൽ നോർമൽ നമ്മൾ ഫാമിലി റൂം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അതൊക്കെ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഡേയ്സിൽ എനിക്ക് കിടന്നുറങ്ങാനുള്ള ബെഡും പില്ലോ ഒക്കെയാണ് ഇവിടെ ഇത് കൂടാതെ ഇൻഡിവിജ്വൽ ലൈറ്റിംഗ് ഒക്കെ തന്നിട്ടുണ്ട്, ചാർജിങ് പോയിന്റ് ഉണ്ട്, പിന്നെ തണുപ്പിന് പുതക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു രജായി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വിൽറ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. ഇനി പെട്ടെന്ന് കുളിച്ച് കിടന്നുറങ്ങണം. നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ ഗംഗ ആരതി കാണാൻ പോകണം മസ്സിഘട്ടിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ കാശി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.